ഹലോ കൂട്ടുകാരെ, ഒന്നാം ക്ലാസ്സിലെ ഉത്ഗ്രഥിതം 3-ാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ 1-ാം ദിവസവും കഴിഞ്ഞു, 2-ാം ദിവസവും കഴിഞ്ഞു, നാളെ 3-ാം ദിവസമാണല്ലേ. എല്ലാ കൂട്ടുകാരും 1ഉം 2ഉം അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പം 3ഉം കൂടെ നമുക്ക് സൂപ്പർ ആക്കണ്ടേ? നമുക്ക് നോക്കാം, പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്ന്. അപ്പോൾ വർക്ക്ഷീറ്റ് 9 മുതലാണ് തുടങ്ങുന്നത്. വീട്ടുജോലികളാണ്. വീട്ടുജോലികൾക്ക് നിറം നൽകൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ വീട്ടുജോലികളുമുണ്ട്, അല്ലാത്തവയുമുണ്ട്. അപ്പോൾ വീട്ടുജോലിക്ക് മാത്രം നിറം നൽകിയാൽ മതി. അപ്പോൾ ഒന്നാമത്തേത് ഒരു അമ്മ പാത്രം കഴുകുന്നതാണ്, അത് വീട്ടുജോലിയാണ്. രണ്ടാമത്തേത് ഒരു കർഷകൻ കാളയെ ഊട്ടുന്നതാണ് അല്ലേ, അത് വീട്ടുജോലിയാണോ? അല്ല. അപ്പോൾ അതിന് നിറം നൽകണ്ട. മൂന്നാമത്തേതോ ഒരു അച്ഛന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതാണ്, അതും വീട്ടുജോലിയാണ്, അതിനും നിറം നൽകാം. പിന്നെ ഒരു അടുപ്പുണ്ടാക്കുന്ന ഒരു പണിക്കാരനാണ്, അത് വീട്ടുജോലിയാണോ? അല്ല. രണ്ടാമത്തേതോ ഒരു ഇഷ്ടിക കൊണ്ട് പടുക്കുന്നതാണ്, അതും വീട്ടുജോലിയല്ല. മൂന്നാമത്തേത് ഒരു ഭക്ഷണം വെക്കുന്ന ഒരു അച്ഛനെയാണ് കാണുന്നത്, അത് വീട്ടുജോലിയാണ്. പിന്നെ അലക്കുന്ന അമ്മ, അതും വീട്ടുജോലിയാണ്. അപ്പോൾ 4 ചിത്രങ്ങൾക്കാണ് കൂട്ടുകാർ ഇവിടെ നിറം നൽകേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് വർക്ക്ഷീറ്റ് നമ്പർ 10 ആണ്. വളയിട്ട താര. വായിക്കാം. സമ്മാനം തന്നു പലതരം വളകൾ, പച്ചവള, നീലവള, വള പല നിറം, വള പലതരം, താര വളയിട്ടു. ഉത്തരം കണ്ടെത്തി എഴുതൂ. എന്താണ് അച്ഛൻ നൽകിയ സമ്മാനം എന്തായിരുന്നു? അച്ഛൻ തന്ന സമ്മാനം എന്തായിരുന്നു? വളയാണെന്ന് തോന്നുന്നു അല്ലേ? വളയാണ്. അപ്പോൾ അതാണ് അവിടെ എഴുതി ചേർക്കേണ്ടത്. ഇനി വളകളുടെ നിറം എന്തൊക്കെയാണ്? പലതരം നിറങ്ങളുണ്ട്. പച്ചവള, നീലവള അല്ലേ. അപ്പോൾ പച്ചയും നീലയും എഴുതാം. ഇനി ചിത്രം നോക്കി വാക്യം എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു കുട്ടി വളയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെ എഴുതാം? ഇവിടെ സുന്ദരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്, കൈകളിൽ നിറയെ വളകളുമുണ്ട് അല്ലേ. പിന്നെ എന്താ ഇട്ടിട്ടുള്ളത്? ഒരു പാവാടയും ജമ്പറുമാണ്. അപ്പം അതും വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ആ കുട്ടി വളരെയധികം സന്തോഷത്തിലാണ്, കാരണം അവളുടെ അച്ഛൻ അവൾക്ക് സമ്മാനമായിട്ട് പല നിറത്തിലുള്ള വളകൾ കൊടുത്തിട്ടുണ്ട്. നീല, പച്ച, ഇതൊക്കെയാണ് വളകളുടെ നിറങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വാക്യം എഴുതാവുന്നതാണ്. ഇനി വർക്ക്ഷീറ്റ് 11 ആണ്. താരയുടെ ചിത്രം. ചിത്രത്തിൽ നമ്പർ നോക്കി പേരെഴുതൂ. എന്താണ് നമ്പർ? ഒന്നാമത്തെ ചിത്രം എന്താണ്? എവിടെ ഒന്ന് കാണുന്നില്ലല്ലോ. ഒന്ന് ഒരു മരമാണല്ലേ, അപ്പോൾ അവിടെ മരം എന്നെഴുതാം. 2 എന്താണ്? വാഴയാണ്, അപ്പോൾ വാഴ. 3 എന്താണ്? താമര. 4 തവള. 5 ഒരു കിളി അല്ലേ, കിളി അല്ലെങ്കിൽ കുരുവി എന്നൊക്കെ എഴുതാം. അപ്പോൾ ഇങ്ങനെ കൂട്ടുകാരെ എഴുതി കൊടുക്കണം. ഇനി അടുത്തതായിട്ട് നോക്കാം. വർക്ക്ഷീറ്റ് 12 ആണ്. ദോശയും പഴവും. എണ്ണി നോക്കൂ. അച്ഛൻ്റെ എത്ര ദോശയുണ്ട്? 1 2 3 4 ദോശ. വാഴപ്പഴമോ? 1 2 2 അമ്മയുടെയിലോ? അമ്മയുടെ 1 2 2 ദോശയുള്ളൂ. വാഴപ്പഴമാണെങ്കിലോ 3 ഉണ്ട്. അപ്പോൾ അമ്മയുടെ ദോശ 2, വാഴപ്പഴം 3. ഇനി താരയുടെ നോക്കാം. താരയുടെ ദോശ എത്ര എണ്ണമാണ്? 3 ദോശ, 3 വാഴപ്പഴം. രവിയുടേതാണെങ്കിൽ ദോശ 4, വാഴപ്പഴം 1. തുല്യ എണ്ണം ദോശ ലഭിച്ചത് ആർക്കൊക്കെയാണ്? താരക്ക് 3, രവിക്ക് 4. ഇവിടെ അച്ഛന് 4 ലഭിച്ചിട്ടുണ്ട്. അപ്പം അച്ഛനും രവിക്കും തുല്യമായ ദോശയാണ് ലഭിച്ചത്. 4 ദോശകളാണ് അല്ലേ. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, കൂട്ടുകാർക്ക് എഴുതാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഉള്ളത് തന്നെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്